അറിയാം. പക്ഷേ 1000 ദിവസം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ മാസവും ഈ 15% സിസ്റ്റം തന്നെ മാറ്റിവെക്കുന്നതോടുകൂടി ഈ 1000 ദിവസം എന്നുള്ളത് ഒരു സാങ്കല്പിക ചക്രമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ 1000 ദിവസം കൊണ്ട് അദ്ദേഹം സ്വന്തമായി അനുഭവിക്കുകയാണ് എന്താണ് ഈ സിസ്റ്റം, ഇത് നമുക്ക് നൽകുന്ന സാമ്പത്തിക സുരക്ഷ എന്താണ്, നമുക്ക് ഇതിനേക്കാൾ വലിയ ഒരവസരം മറ്റെവിടെയെങ്കിലും ലഭിക്കുമോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം ഈ ഒരു 1000 ദിവസം കൊണ്ട് അദ്ദേഹം സ്വയം കണ്ടെത്തും. നമ്മളിപ്പോൾ അവരോട് പറയുകയാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. നമ്മൾ പറയുന്നതിനേക്കാൾ സ്വയം ബോധ്യപ്പെടുമ്പോഴാണ് അവർ കൂടുതൽ ഇതിൻ്റെ കൂടെ ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബോധ്യപ്പെടലും ബോധ്യപ്പെടുത്തലും രണ്ടാണ്. അതിനിടയിൽ ഒരക്ഷരം മാത്രമേ കയറി വരുന്നുള്ളൂ എങ്കിൽ പോലും ഒരു വലിയ വ്യത്യാസം അതിലുണ്ട്. അങ്ങനെ സീഡ് ഫണ്ടിങ്ങിലായാലും ടോക്കൺ ഫാമിങ്ങിലായാലും നിരന്തരം 15% മാറ്റിവെച്ചുകൊണ്ട് ഈ സിസ്റ്റം നമ്മളെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കുന്നു. ടോക്കൺ ഫാമിങ്ങിലെ ചാർട്ടുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി അറിയുന്നതായിരിക്കാം. 2 ലക്ഷം രൂപയാണ് ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഡെയിലി 400 രൂപയാണ് ലഭിക്കുക. 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ വ്യക്തിക്ക് 600 രൂപ ഡെയിലി ലഭിക്കും, 18,000 രൂപ മാസം ലഭിക്കും. 4 ലക്ഷം രൂപയാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും 800 രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുക. ഒരു മാസം 24,000 രൂപ അദ്ദേഹത്തിന് ലഭിക്കും. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദിവസം 1000 രൂപയാണ് റിട്ടേൺ ലഭിക്കുക. ഒരു മാസം 30,000. ശരാശരി നമുക്കിവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപയെങ്കിലും മിനിമം നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ കാണാതെ നമുക്ക് കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അങ്ങനെ നമുക്ക് EMI തരാൻ, നമുക്ക് ലോണുകൾ തരാൻ നമ്മൾ ബാങ്കുകൾ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ സാധാരണക്കാരായ നമ്മളൊക്കെ, ഞാനങ്ങനെ ചെയ്ത ഒരാളായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, 2 ലക്ഷം രൂപ ഒരു ഇൻവെസ്റ്റ് ചെയ്തു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 5 ലക്ഷം രൂപ അത് കടമായി മാറിയതിന് ശേഷം ഞാനത് വൈൻഡപ്പ് ചെയ്ത ഒരാളാണ്. ഈ 5 ലക്ഷം രൂപ കൊണ്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 1000 രൂപ ലഭിക്കുന്ന ഏത് ബിസിനസ്സാണ് സാധാരണക്കാരനെന്ന് കണ്ടെത്താൻ കഴിയുക എന്ന് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ 1200 രൂപ നമുക്ക് മാസം ലഭിക്കും. പക്ഷേ ഈ ഒരു പ്രോഗ്രാമുമായി നമ്മൾ ആളുകളുടെ അരികിലേക്ക് പോകുമ്പോൾ അവരൊക്കെ നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഇത് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും തിരിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഏകദേശം 46-47 വയസ്സായി. 45 വയസ്സ് വരെ ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചാണ് ഞാൻ എൻ്റെ ജീവിതത്തെ വീക്ഷിച്ചത്, നോക്കിക്കണ്ടത്, ജോലി ചെയ്തത്. എനിക്കാകെ ലഭിച്ചത് കുറേ കടങ്ങൾ മാത്രമാണ്. പ്രതീക്ഷയല്ലാത്ത ജീവിതവും പേറി ആത്മസംഘർഷങ്ങളുമായിട്ടാണ് എൻ്റെ ജീവിതം ഞാൻ തള്ളി നീക്കിയത്. പക്ഷേ ഈ പേൾവെയിൻ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം എനിക്ക് മുമ്പിലേക്ക് തന്ന ഓപ്പർച്യൂണിറ്റിയെ ഞാൻ വിശ്വസിക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രം ഞാനിന്ന് വളരെ സന്തോഷത്തോടെ വളരെ സുഖമായി ഉറങ്ങുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം. അപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക, ഇത്രയും കാലം നിങ്ങൾ വിശ്വസിച്ച് ചെയ്ത ആ ഒരു പ്രവർത്തനം കൊണ്ട് നിങ്ങൾ എന്താണ് നേടിയത്? ഒരു പ്രതീക്ഷയെങ്കിലും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കിത് വിശ്വസിച്ചുകൂടാ? ആ ഒരു ചോദ്യം ഒരുപക്ഷെ നിങ്ങൾ അവരുടെ മുന്നിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ മനുഷ്യനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോഴാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നിങ്ങൾ അവരോട് പറയേണ്ടത്. ഇതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം അല്ല, ഡീസെൻട്രലൈസ്ഡ് ആണ്. തീർച്ചയായും എൻ്റെ ഒരു അനുഭവം വെച്ച് 260-ലധികം ആളുകളോട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്ന ഒരാളാണ്. എൻ്റെ നാട്ടിൽ എനിക്കൊരു കൂട്ടുണ്ടായിരുന്നില്ല. എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് അകലെയാണ് മനീഷ് സാർ. അതിലും അകലെയാണ് നമ്മുടെ പ്രിയപ്പെട്ട അശോകൻ സാർ.
നമ്മൾ പരസ്പരം 3 പേരും രാവിലെയും വൈകുന്നേരവും രാത്രിയും വിളിച്ച് പറഞ്ഞുകൊണ്ട് നമ്മളെ വിശ്വസിക്കാത്ത നമ്മുടെ നാട്ടുകാരോട് നമ്മൾ സങ്കടം പറഞ്ഞുകൊണ്ട് മനസ്സാ വേവലാതി പൂണ്ടുകൊണ്ട് നമ്മളന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് രാജീവൻ സാർ അദ്ദേഹത്തിൻ്റെ ക്ലാസ് നമ്മൾ കേൾക്കുമായിരുന്നില്ല. നമുക്ക് ചുറ്റും ടീം കണ്ണൂരിന് വേണ്ടി 8ഓളം വാട്സപ്പ് ഗ്രൂപ്പുകൾ, സ്വന്തമായി ഗൂഗിൾ മീറ്റുകൾ പ്ലാൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമായിരുന്നില്ല. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു പവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മനസ്സിൽ സംശയത്തിൻ്റെ ഒരു ചെറിയ കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്ന് ഞാൻ 100% ഉറപ്പോടെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, ടോക്കൺ ഫാമിങ്ങിൽ നമുക്ക് നമ്മുടെ റിട്ടേൺ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. റെഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വളരെ പവർഫുള്ളായ ഒരു മാർഗ്ഗമാണ് റെഫറൽ മാർക്കറ്റിംഗ്. നമുക്കറിയാം, വ്യക്തിയാണെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു വരുമാനം, ബെനിഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. ഒരു 13,000 രൂപയാണ് നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവന്നൊരു വ്യക്തി ചെയ്തതെങ്കിൽ അദ്ദേഹം വാങ്ങിക്കുന്ന 780 രൂപയുടെ 20% 156 രൂപ നിങ്ങൾക്ക് ലഭിക്കും. അദ്ദേഹം ഒരു 50,000 രൂപയാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അദ്ദേഹം ഒരു മാസം വാങ്ങിക്കുന്ന 30,000 രൂപയുടെ 20% 1,200 രൂപ നിങ്ങൾക്ക് ലഭിക്കും. നന്നായി പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 ലക്ഷം രൂപ ഒരു വ്യക്തിയെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും 6,000 രൂപ 20% റെഫറൽ വരുമാനം ലഭിക്കും. ഒരു ടീം വർക്കായി വളരെ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് ലോകത്തെ തന്നെ മാറ്റുന്ന ഒരു നമ്പർ 1 പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ എവിടെയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കൊരു അവസരം ഇനി ലഭിക്കുക? ചുറ്റും തകർച്ചകളുടെ കഥകൾ കേട്ടുകൊണ്ട് പിന്തിരിഞ്ഞോടാതെ, ഇന്നുവരെ ഞാൻ വിശ്വസിച്ച വിശ്വാസ പ്രമാണങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ സ്വയം പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരത്തെ കൃത്യമായി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് സിസ്റ്റം നമ്മളോട് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് അവതരിപ്പിക്കുന്നത്. കോമ്പൗണ്ടിങ് നമുക്കറിയാം, കണക്കിലെ ഏറ്റവും മനോഹരമായൊരു തിയറിയാണ്. അതാര് പറഞ്ഞാലും എങ്ങനെ ചെയ്താലും ആ ഒരു സിസ്റ്റം വളരെ ഭംഗിയായി അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പല ആളുകളും നമ്മളോട് പറയുന്ന കാര്യമുണ്ട്, നമുക്ക് ആളെ ചേർക്കാനൊന്നും കഴിയില്ല. ഇതൊരാളെ ചേർക്കുന്ന ബിസിനസ് അല്ല സാർ, ഇതൊരു ആശയമാണ്. ഒരു പുതിയ സാമ്പത്തിക ആശയം നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അത് 2-3 തരത്തിൽ നമുക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, നമ്മൾ ഇന്നുവരെ ഏത് പ്രൊജക്റ്റും നമുക്ക് വേണ്ടി ചെയ്തിരുന്നത് മറ്റൊരാളായിരുന്നു. ഏതെങ്കിലും ഒരു കമ്പനിയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ ആണ് നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ നൽകിയിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് സാർ? നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളൊരു ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പ്രൈവറ്റ് കീ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മുടെ പണം നമ്മുടെ കീശയിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് സാർ. ആ ഒരു പുതിയ സാങ്കേതിക കാലത്തെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ തകരുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടാവില്ല എന്ന് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു കാലം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണത്തെ നമുക്ക് വളരെ വലിയ രീതിയിൽ വളർത്താനുള്ള ഒരുപാട് മാർഗങ്ങൾ മാത്രമാണ് സിസ്റ്റം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് 0.20 ഡെയിലി 1000 രൂപയാണ് അദ്ദേഹത്തിന് റിട്ടേൺ ലഭിക്കുക. അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നൊരു തുക എന്ന് പറയുന്നത് 850 രൂപയായിരിക്കും. 15% നമുക്ക് സിസ്റ്റത്തിലേക്ക് തന്നെ സിസ്റ്റം റിഡീം ചെയ്യുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഒരു മാസം അദ്ദേഹത്തിന് റിട്ടേൺ എടുക്കാൻ കഴിയുന്ന തുക എന്ന് പറയുന്നത് 25,500 രൂപയാണ്. ഇവിടെ കോമ്പൗണ്ടിങ്ങിലേക്ക് പോകാൻ തയ്യാറായ ഒരു പാർട്ട്ണർ 1000 ദിവസം അദ്ദേഹം ഹോൾഡ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപക്ക് അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് 25,500 രൂപയാണ്. അദ്ദേഹം അതെന്തു ചെയ്യുന്നു? ആദ്യത്തെ ക്യാപിറ്റലിൻ്റെ കൂടെ വീണ്ടും സ്വയം ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 5,25,500 രൂപയായിരിക്കും അദ്ദേഹത്തിന് രണ്ടാമത്തെ മാസം ക്യാപിറ്റലായിട്ട് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായും ക്യാപിറ്റൽ വർദ്ധിക്കുന്ന സമയത്ത് അതിൻ്റെ റിട്ടേണും വർദ്ധിക്കും. 850 രൂപയാണ് ആദ്യത്തെ മാസം എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ വരുമാനമെങ്കിൽ രണ്ടാമത്തെ മാസം മുതൽ അത് 893 രൂപയായി വർദ്ധിക്കുന്നു. രണ്ടാമത്തെ മാസം അദ്ദേഹത്തിൻ്റെ ടോട്ടൽ വരുമാനം എന്ന് പറയുന്നത് 5,52,290 രൂപയായിരിക്കും. അദ്ദേഹം വീണ്ടും അത് കോമ്പൗണ്ട് ചെയ്യുകയാണ്. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിന് മൂന്നാമത്തെ മാസം റിട്ടേൺ ലഭിക്കുന്നത് 938 രൂപയാണ്. അങ്ങനെ ഓരോ മാസവും അദ്ദേഹം കോമ്പൗണ്ട് ചെയ്തുകൊണ്ടേയിരുന്നാൽ അദ്ദേഹത്തിൻ്റെ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് 24,55,048 രൂപയായി വർദ്ധിക്കുന്നു. ഈ ഒരു ഫിഗർ അല്ല യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഞാനിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഒരു മാസമാണ് നമ്മൾ കോമ്പൗണ്ട് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് 100 USDT ഉപയോഗിച്ചാണ്. എപ്പോഴാണോ നിങ്ങളുടെ വാലറ്റിൽ 100 USDT എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് ആ സമയത്ത് വിഡ്രോ ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമുക്ക് കോമ്പൗണ്ട് ചെയ്യാൻ കഴിയും, സ്വാഭാവികമാണ്. ആദ്യത്തെ ഒരു മാസം നമുക്ക് ഒരു തവണ കോമ്പൗണ്ട് ചെയ്യാനാണ് സാധിച്ചതെങ്കിൽ രണ്ടാമത്തെ മാസം നമുക്ക് 2 തവണ കോമ്പൗണ്ട് ചെയ്യാം. മൂന്നാമത്തെ മാസം അത് 3 തവണ കോമ്പൗണ്ട് ചെയ്യാം. നാലാമത്തെ മാസം 4 തവണ ചെയ്യാം. ഇവിടെ ഓരോ രൂപയും നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അതിൻ്റെ കൂടി 0.20 ആണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 5 ലക്ഷം രൂപ വളരുന്നത് 24 ലക്ഷം ആയിരിക്കില്ല സർ, അത് അതിലും കൂടുതലായിരിക്കും. ഒരിക്കലും നമുക്കിത് പ്രത്യക്ഷത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ചാർട്ട് നമ്മളെല്ലായ്പ്പോഴും മീറ്റിങ്ങിൽ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ ചില പാർട്ട്നേഴ്സിൻ്റെ മനസ്സിലെങ്കിലും ഒരു സംശയം വരും. നമ്മളിങ്ങനെ കോമ്പൗണ്ട് ചെയ്തുകൊണ്ടേയിരുന്നാൽ നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പണം കിട്ടുമോ? 100% സാർ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആവശ്യമുള്ള പണം വിഡ്രോ ചെയ്യാം. ആ വിഡ്രോ ചെയ്യുന്ന പണം കുറയും എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് സിസ്റ്റം നമുക്ക് മുമ്പിലേക്ക് തരുന്ന നമ്മുടെ പണത്തെ വർദ്ധിപ്പിക്കാനുള്ള രണ്ടാമത്തെ അവസരം എന്ന് പറയുന്നത്. മൂന്നാമത്തെ അവസരം എന്ന് പറയുന്നത് അതിലും മനോഹരമാണ്. അതിന് സിസ്റ്റം നമ്മളോട് പറയുന്നൊരു പേര് ഏർലി ബേർഡ് ഓഫർ എന്നാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 0.70 കൂടി റിവാർഡ് അധികം നൽകുകയാണ്. അതിനെന്താണ് വേണ്ടത്? നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അന്ന് തന്നെ നമ്മുടെ 2 പേരെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കുന്നു. അത് നമുക്ക് സ്വന്തമായും ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ 2 സുഹൃത്തുക്കളെ കൊണ്ട് ചെയ്യിക്കാം. ഒരു ഡിമാൻഡ് മാത്രമേ സിസ്റ്റം നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഈ 3 ഐഡിയും ഒരേ USDT, ഒരേ പണമായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 5 ലക്ഷം ചെയ്യാം, 4 ലക്ഷം ചെയ്യാം, 3 ലക്ഷം ചെയ്യാം, 2 ചെയ്യാം, 1 ചെയ്യാം, 50,000 ചെയ്യാം. സോ അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് അധികമായി നിങ്ങളുടെ മെയിൻ വാലറ്റിൽ 0.0 കൂടി അധികം ലഭിക്കുന്നു. അങ്ങനെ 0.2 + 0.70 ഈസ് ഈക്വൽ ടു 0.90. നിങ്ങൾക്ക് 90% 0.90 ആണ് നിങ്ങൾക്ക് സിസ്റ്റം അധികം നൽകുന്നത്. താഴെയുള്ള 2 ഐഡിയും സാധാരണ 0.20 വെച്ച് വർക്ക് ചെയ്യുന്നു. 1000 ദിവസം കൊണ്ട് നേരെ ഇരട്ടിയാവും. ഇവിടെ നടക്കുന്ന അത്ഭുതം എന്താണ്? 222 ദിവസം കൊണ്ട് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ അത് 10 ലക്ഷം രൂപയായി വർദ്ധിക്കുന്നു.
മാത്രമല്ല നേരെ ഡയറക്റ്റുള്ള 2 ഐ ഡിയിൽ നിന്നും 20% റഫറൽ വരുമാനവും അദ്ദേഹത്തിന് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏകദേശം 15 ലക്ഷം രൂപ ഈ 7 മാസം കൊണ്ട് അദ്ദേഹത്തിന് റിട്ടേൺ ലഭിക്കുകയാണ്. അത് സ്വന്തമായി ചെയ്തൊരു ഐഡിയ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ അദ്ദേഹത്തിന് തിരികെ ലഭിക്കുന്നു എന്നാണ്. ആദ്യത്തെ ദിവസം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? രണ്ടാമത്തെ ദിവസമാണ് 2 പേരെ നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 6% കിട്ടും. മൂന്നാമത്തെ ദിവസമാണെങ്കിൽ 5%. അങ്ങനെ ഓരോ ദിവസം കുറയുന്നതിന് ഓരോ ശതമാനം നമുക്ക് വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് മാത്രമല്ല ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സാർ. ഞാൻ കോമ്പൗണ്ടിങ്ങിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. നമുക്ക് 100 USDT എപ്പോഴാണോ നമ്മുടെ വാലറ്റിൽ വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കോമ്പൗണ്ട് ചെയ്യാം ഇതിൻ്റെ കൂടെ. അങ്ങനെ നമ്മളാണ് സാർ തീരുമാനിക്കേണ്ടത് നമുക്ക് എത്ര പണം വേണമെന്നുള്ളത്. അങ്ങനെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം ലോകത്തിൽ എവിടെയാണ് സാർ ഉള്ളത്? ഒന്ന് ചിന്തിക്കുക. അങ്ങനെ അതിമനോഹരമായൊരു സിസ്റ്റത്തെ പരിചയപ്പെടാൻ മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് ഇന്ന് നമ്മോടൊപ്പം ഇരിക്കുന്നത്. ഈ ഒരു പുതിയ വർഷം നമ്മുടെ വർഷമാണ്. അതിന് നമുക്കെല്ലാവർക്കും കൂട്ടായി പ്രവർത്തിക്കാം, കൂട്ടായി സ്വപ്നം കാണാം, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാം, സ്വയം ഒരു തണൽ മരമായി നമുക്കൊക്കെ മാറാം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും എൻ്റെ നന്ദി വ്യക്തിപരമായും എൻ്റെ ടീമിന് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഷാജി കണ്ണൂർ. ജയ് പേൾവേൻ, പേൾവേൻ വിൽ നെവർ എൻഡ്. താങ്ക് യു. താങ്ക് യു ഷായ് സാർ. വളരെ മനോഹരമായി ഷായ് സാർ എല്ലാ കാര്യങ്ങളും പ്ലാനും പദ്ധതികളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചെന്നു. വലിയൊരു നന്ദിയും പ്രാർത്ഥനയും ഗ്രീറ്റ് ലീഡറായ ഷായ് സാറിന് അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത് നമ്മുടെ ഗ്രേറ്റ് മേമായ ശ്യാമള മേമാണ്. ശ്യാമള മേഡത്തിനെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ശ്യാമള മേഡം, പ്ലീസ് വെൽക്കം മേഡം. താങ്ക് യു മനീഷ് സാർ. താങ്ക് യു മാം. എല്ലാവർക്കും നമസ്കാരം. സാറെ കേൾക്കാമല്ലോ? നല്ല ക്ലിയർ ആണ് മേഡം, സംസാരിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്യാമള സുരേശൻ. കണ്ണൂർ ജില്ലയിൽ വാരം എന്ന ഏകദേശം 1 വർഷത്തോളമായി ഞാൻ ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കു പറഞ്ഞാൽ ഞാനൊരു പ്രവാസിയായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ തുടക്കം കുറിച്ചത്. അപ്പോൾ എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് ഈ പ്രസ്ഥാനത്തോട് ഉണ്ടായിരുന്നത്. ഒട്ടും നെഗറ്റീവായി ചിന്തിച്ചിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് തിരിച്ചു കിട്ടിയതും. അല്പം മുമ്പ് ഗ്രേറ്റ് ലീഡറായ മനീഷ് സാറും രാജീവൻ സാർ എന്ന് പറയുമ്പോൾ പുതിയ ശബ്ദമാണ്, ആദ്യമായി കേൾക്കുന്നതായി തോന്നിയില്ല. മനീഷ് സാർ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും തോന്നിയത്. കൂടാതെ ഗ്രേറ്റ് ലീഡറായ ഷാജി സാർ ഈ സിസ്റ്റത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും അതുവഴി നമുക്ക് കിട്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ചും നമുക്ക് നന്നായി മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനുള്ളത് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യലാണ്. എന്നാലും ഈ അവസരത്തിൽ എനിക്ക് ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള സുരേഷ് സാറിനെയും അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ രവികുമാർ സാറിനെയും ഞാൻ ഓർക്കുന്നു. അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പേൾവിൻ എന്ന ഈ മഹാസംരംഭത്തിന്റെ സ്ഥാപകനായ ഡോക്ടർ ഡാനിയൽ ജോൺസൺ സാറിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഗ്രേറ്റ് ലീഡർ അശോകൻ സാറിനോടും മറ്റുള്ള എല്ലാ ലീഡേഴ്സിനോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ വിജയം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏത് സമയത്തും ക്ഷമയോടെ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ചു തരുന്ന ലീഡേഴ്സ്. ആദ്യം മനീഷ് സാറിനെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു,
വളരെ പെട്ടെന്ന് പഠിച്ചു എന്ന്. അതിൻ്റെ ശരിക്കും ഒന്നാമത്തെ കാരണം മനീഷ് സാർ തന്നെയാണ്. ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേ തന്നു. അതിൻ്റെ ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ ദുബായിലായിരുന്നു. അവിടെ വെച്ച് മുൻകാലങ്ങളിൽ പരിചയമുണ്ടായിരുന്ന ഒരു ഹോട്ടൽ മാനേജറെ കണ്ടുമുട്ടി. സംസാരത്തിനിടെ എനിക്ക് പേൾവീൻ കടന്നു വന്നു. അദ്ദേഹത്തിന് സിസ്റ്റത്തിനോട് വളരെയധികം താല്പര്യം തോന്നി. പക്ഷേ അദ്ദേഹത്തിന്റെ ജോലി സമയം കഴിയുന്നത് അവിടുത്തെ 12 മണി, അതായത് ഇന്ത്യൻ സമയം, ഇവിടുത്തെ ഇന്ത്യൻ സമയം രാത്രി 1:30. പുതിയ ആളെ ഈ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന സന്തോഷത്തിൽ എൻ്റെ നിർബന്ധപ്രകാരം എൻ്റെ ഫാമിലി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായി. 12 മണി എന്ന് പറയുമ്പോൾ 1:30 ആണെന്ന് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യൻ സമയം. ഈ സാങ്കേതിക തടസ്സങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പരിഭ്രമിച്ചു. ഇത് എങ്ങനെ പരിഹരിക്കുമെന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഈ അസമയത്ത് ആരെയും വിളിക്കുന്നത് തെറ്റാണെന്ന് അറിയാം. എന്നാലും ഇത് എങ്ങനെയെങ്കിലും പരിഹരിച്ചല്ലേ പറ്റുള്ളൂ. വെറുതെ ഒരു ഹായ് അയച്ചു ഒരു ലീഡർക്ക്. ഹായ് മാത്രം. എന്നുവെച്ചാൽ 12 മണി, നാട്ടിലെ 1:30. സാധാരണ എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, തെറ്റാണെന്ന് നന്നായി അറിയാം. അത്ഭുതം എന്ന് പറയട്ടെ, നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ച് ഹായ് വന്നു. എനിക്ക് വളരെ സന്തോഷമായി. എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ പിറ്റേ ദിവസം വീണ്ടും ഇതേ സമയത്ത് തന്നെയല്ലേ പോകേണ്ടത്. അപ്പൊ ആരെ വിളിക്കും? അത് നമ്മുടെ ഹരിസാറായിരുന്നു. അദ്ദേഹത്തിനോട് ആ സമയത്ത് എനിക്ക് നന്ദിയൊന്നും പറയാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ആ സമയത്ത് വിളിച്ച ഒരു വിഷമം, ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് കിട്ടിയത് കൊണ്ട് ആ ഓൾവായി ആ സാറിന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റി. ഇതിനാൽ ഈ അവസരത്തിൽ ഞാൻ ഹരിസാറിന് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം എല്ലാവരുടെയും അനുവാദത്തോടുകൂടി വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.